പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഞാനും ഇടപെടാം. സംഘപരിവാറിന്റെ കുംഭമേള പ്രൊജക്ട് കേരളത്തില് മലപ്പുറത്ത് വെച്ചാണ് ഇപ്രാവശ്യം അവർ നടത്തിയത്. മലപ്പുറത്തിന്റെ മണ്ണിൽ അത് വളരെ അടിപൊളിയായിട്ട്, അതായത് മതസൗഹാർദ്ദം എന്താന്നുള്ളത് ശരിക്കും അവിടെ വന്നു പോയവർക്ക് അറിയാം, കാണണം, കണ്ടു പഠിക്കണം. നാട്ടുകാരും മലപ്പുറത്തുള്ള ഓരോ വ്യക്തികളും ആ കുംഭമേളയ്ക്ക് അത്രയും സഹകരിച്ചിട്ടുണ്ട്. മനസ്സിലായി. കുംഭമേള തുടങ്ങും എന്നുള്ളൊരു അനൗൺസ്മെന്റ് വന്നത് മുതൽ സംഘപരിവാർ ബെൽറ്റുകൾ ഇതിന് ഏതെങ്കിലും രീതിയിൽ ഒരു വർഗീയ സാധനം കൊണ്ടുവരാനുള്ള പല ഗിമിക്കുകളും കളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. സർക്കാർ തടഞ്ഞു, അവിടുത്തെ നാട്ടുകാർ തടയുന്നു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ഉടായ്പകൾ അവരും സോഷ്യൽ മീഡിയയിൽ ഇറക്കി നോക്കി, ഒന്നും വിലപ്പോയില്ല. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇപ്പൊ ലാസ്റ്റ് കുംഭമേള നന്നായിട്ട് അവസാനിച്ചു, എല്ലാവരും അതിനായിട്ട് സഹകരിച്ചു. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും ഇല്ല, മലപ്പുറത്തുള്ള നാട്ടുകാർ നല്ല രീതിയിൽ സഹകരണം കൊണ്ട് അത് നല്ല രീതിയിൽ അത് തീർന്നു. പക്ഷേ ഇതിന്റെ വേദിയിൽ വന്ന ഒരു സ്വാമി പ്രസംഗിച്ചത് ഞാനിവിടെ വയ്ക്കാം. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഞാൻ എന്തെങ്കിലും ഇവരോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് നീ കണ്ടിട്ടുണ്ടോടാ? ഇല്ല. പിന്നെ നീ എന്തിനാണ് എനിക്കിട്ട് നമ്പർ അടിക്കുന്നത്? വർഗീയത, പച്ച വർഗീയത മലപ്പുറത്തിന്റെ മണ്ണിൽ വന്ന് അടിക്കുമ്പോ ഇതിന്റെ ഇന്റൻഷൻ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഇവന്റെയൊക്കെ അവസ്ഥ എന്താണെന്നാണ് ഈ നാട്ടില്, മലപ്പുറത്ത് ഞങ്ങളെ നാട്ടില് ഈ കുംഭമേള നടന്നപ്പോ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ അതിനെതിരെ നിന്നോ? ഏതെങ്കിലും ഒരു ഹിന്ദു സഹോദരനും ഒരു മുസ്ലിം സഹോദരനും തമ്മിലൊരു പ്രശ്നം ഉണ്ടായോ? ആ നാട്ടിൽ എല്ലാവരും കുംഭമേള ഓക്കെ ഒരാളുടെ വിശ്വാസമാണ്, ഒരു വിശ്വാസികളുടെ ഒരു സംഘം അവിടെ വരുന്നു, പല ആളുകൾ വന്ന് അവിടുത്തെ അവരുടെ വിശ്വാസികൾ അവരെ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇത് ഈ സെൻസിലെ അവിടുത്തെ നാട്ടുകാർ ഞങ്ങൾ മലപ്പുറക്കാരൊക്കെ എടുക്കുന്നുള്ളൂ. മലപ്പുറം എന്നല്ല കേരളത്തിൽ തന്നെ ഈ വർഗീയത തുപ്പി ഈ വർഗീയതയുടെ പ്രൊജക്ട് കൊണ്ടുവന്ന് വെക്കുന്ന ഇവനെ പോലുള്ള ചെറ്റ തെണ്ടി പരട്ട സാമികളുണ്ടല്ലോ. ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും. രണ്ടല്ല, ഇനി ഇവിടെ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ്, അറ്റ്മോസ്ഫിയർ ശരിയല്ല. ഇവന്മാരെ സൂക്ഷിക്കണം. ഈ പരനാർ ഈ കുംഭമേള മലപ്പുറത്ത് വരും എന്നുള്ളതിന്റെ പ്രൊജക്ട് വന്ന ടൈമിൽ ഇവനൊരു ഇന്റർവ്യൂ കൊടുത്തപ്പോ പറഞ്ഞത് ഭാരതപ്പുഴ ഒരു വാപ്പാണ്ടി അല്ലല്ലോ, ഞങ്ങൾ ആര് തടയും നോക്കട്ടെ. ഏത് വാപ്പയാണ് ഇത് തടയുന്നു പറഞ്ഞത്? ആദ്യം ഇവര് കുറെ നോക്കി മലപ്പുറത്തെ കുംഭമേളയിൽ കുറച്ച് വർഗീയത കൊണ്ടുവരാൻ, നടക്കില്ല എന്നായപ്പോ ഇപ്പൊ അത് കഴിഞ്ഞ സ്റ്റേജിൽ കയറിയിട്ട് വീണ്ടും വർഗീയത വിളിച്ചു പറയുന്നു. എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട്, പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ